ഹായ് ഗായ്സ്, അങ്ങനെ ഞാൻ കൊച്ചിയിൽ എത്തിയിരിക്കുന്നു. കൊച്ചിയിൽ എത്തിയിട്ട് ഞാൻ താമസിച്ച സ്ഥലമാണ് ഞാൻ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത്. പിന്നെ എന്താ പറയുക, ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്രയും നല്ല ഒരു സ്ഥലത്ത് താമസിക്കാൻ പറ്റുമെന്ന്. കാരണം എല്ലാം അൺപ്ലാനഡ് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു സത്യത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ യു കെയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വിസയ്ക്ക് വേണ്ടിയിട്ടാണ് പോയിരുന്നത്. സബ്മിഷൻ നമ്മൾ മെല്ലെ മെട്രോ കയറി ആണ് നമ്മൾ സ്ഥലത്തേക്ക് പോകുന്നത്, നെക്സ്റ്റ് ലൊക്കേഷൻ. അതിൻ്റെ ഇടയ്ക്ക് ലുലു മാളൊന്ന് വിസിറ്റ് ചെയ്യാമെന്നും പിന്നെ മറൈൻ ഡ്രൈവും അതുപോലെ നമ്മളെ BFSഉം, ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ഭയങ്കര ചൂട് ഉള്ള കാലാവസ്ഥ ആയതുകൊണ്ട് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ വളരെ വിയർത്തിട്ടാണുള്ളത്. അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. സ്റ്റേഷനിൽ നിന്ന് പതിയെ നടന്ന് നീങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. നമ്മളെ കൊച്ചി മെട്രോ അടിപൊളി നല്ല സർവീസും കാര്യങ്ങളാണ് ഉള്ളത്. എന്നാലും എന്താ പറയുക, പക്ഷെ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തുള്ളത് അത്ര ഒരു ചൂടും എല്ലാം ആയിട്ടൊരു കാലാവസ്ഥയാണ്. പിന്നെ എന്തായാലും നമ്മൾ കൊച്ചിയിലെത്തിയ സ്ഥിതിക്ക് ലുലു മാളിൽ പോകും. അതെങ്ങനെയാണതൊക്കെ. അപ്പോൾ കൊച്ചിയിൽ നിന്ന് നമ്മുടെ മെട്രോന്ന് ലുലു മാളിലേക്കുള്ള ആ ഒരു വേ ആണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര അന്ന് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ, സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഞാൻ കഴിച്ച ഫുഡിൻ്റെ ബ്രാൻഡാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് KFC നമ്മളെ ഫേമസ് ആയിട്ട് സംഭവം നമ്മൾ കഴിക്കാണ്ടിരിക്കുമോ? കഴിക്കാതെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ നോക്കുമ്പോഴും മുഴുവൻ ആൾ. അപ്പോൾ ഞാനങ്ങനെ അതിൻ്റെ ഇത് മാറ്റി അൽബേക്ക് ഇതായിട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് കേട്ടോ ലുലു മാൾ. നിങ്ങളൊക്കെ കണ്ടിരുന്നു, ഞാനും കണ്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ വ്ളോഗ് ആദ്യമായിട്ടാണ് എടുക്കുന്നത്. ഞാൻ BFSലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ റിക്ഷയിൽ കയറി പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഞാൻ റിക്ഷ ഡ്രൈവറായിട്ട് സംസാരിക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നുണ്ടായിരുന്നത്. ഈ BFSൽ ഞാൻ ഫസ്റ്റാണ് പോകുന്നത് കൊച്ചിയിലുള്ള. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടാകുമ്പം ടോക്കൺ ബേസ് ആയിട്ടാണ് നമ്മൾ കയറേണ്ടത്. ലൈക്ക് നമ്മൾ പാസ്പോർട്ട് ഓഫീസിലൊക്കെ കയറുന്ന അതേ പ്രോസസ്സിങ് ആയിരുന്നു. മെട്രോയിൽ വഴി ഒരു സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് ഓട്ടോ പിടിച്ച് പോകേണ്ടത്. നമ്മൾ ഈ ഓട്ടോൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മെട്രോൻ്റെ ഭാഗമായിട്ടുള്ള ഓട്ടോ സർവീസാണ്. ഞാൻ ചോദിച്ചു ചേട്ടനോട്, എന്താണ് സാധാ ഓട്ടോയും ഈ ഓട്ടോയും തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല, ചാർജൊക്കെ ഒരുപോലെയാണ്, പക്ഷെ ഇത് ഇലക്ട്രിക് ആണ്, അതാണ് വ്യത്യാസം. പിന്നെ അതിൻ്റെ ഇതും ബ്ലൂ കളറാണ്, മറ്റേത് പച്ച. ഇങ്ങനെ നമ്മൾ മെല്ലെ മറൈൻ ഡ്രൈവിലൊന്ന് പോയി കളയാമെന്ന് വിചാരിച്ചു. മറൈൻ ഡ്രൈവിലത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറൈൻ ഡ്രൈവിൽ മുമ്പ് ഞാനൊരു 8-9 വർഷം മുമ്പ് കോളേജിൽ നിന്ന് വന്നതാണ്. മറൈൻ ഡ്രൈവിലൊക്കെ എത്തിയതല്ലേ, ഓൾറെഡി ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ജസ്റ്റ് അറിയിച്ചിട്ടുണ്ടായിരുന്നു വരുന്ന കാര്യം. അപ്പോൾ നമ്മൾ അവിടുത്തെ ദൃശ്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ മറൈൻ ഡ്രൈവിൽ എത്തുന്ന സമയം തന്നെ അവളെ വിളിച്ചു. അപ്പോൾ അവിടെ എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മറൈൻ ഡ്രൈവിലാണ് ഉള്ളത്, അപ്പം നീ വെയിറ്റ് ചെയ്യും, ഞാൻ വരുന്നതാന്ന് പറഞ്ഞിട്ട് അവളെ വെയിറ്റ് ചെയ്തുകൊണ്ടും പിന്നെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. പ്രധാനമായിട്ട് ഈ പാലം അല്ലേ, പണ്ടത്തെ എൻ്റെ ആ 8 വർഷങ്ങൾ മുമ്പുള്ള കാലത്തേക്ക് ഞാൻ ഒരു നിമിഷം ഞാൻ പോയി ഞാനും എൻ്റെ ചങ്ങാതിമാരുമായിട്ടുള്ള ഒരു മനോഹരമായ നൊസ്റ്റാൾജിയ എന്നെല്ലാം പറയും. വളരെ ശരിക്കും ആ ഒരു മറൈൻ ഡ്രൈവിൻ്റെ ആ ഒരു സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ കോളേജ് കാലഘട്ടമാണ് മിസ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ഞാൻ തനിച്ചാണ്, പിന്നെ സോൾ എടുക്കാനൊക്കെ വളരെ ഇഷ്ടമാണ് സത്യത്തിൽ എനിക്ക്. അങ്ങനെ ഫൈനലി ഞാൻ എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു. ഞാനും നമിതയും കൂടി അവിടുത്തെ ഞാൻ മാർക്കറ്റിലൊന്നും ഇതുവരെയായിട്ടും പോയിട്ടില്ല. അപ്പോൾ ഞാൻ നമിത എന്ന് പറയുന്നത് എൻ്റെ +2 ഫ്രണ്ടാണ്. അപ്പോൾ അവളിങ്ങനെ ഫ്ലവർ ഷോപ്പിൽ കയറി അവൾ ബേസിക്കലി ഇപ്പോൾ താമസിക്കുന്നത് കൊച്ചിയിലായതുകൊണ്ട് അവളുടെ ഫ്ലാറ്റിലേക്ക് വേണ്ട ഫ്ലവേഴ്സ് അവൾ നോക്കുന്നത്. പിന്നെ നമ്മളാ ഒരു വൈബ് അടിപൊളിയായി ജ്യൂസൊക്കെ കുടിച്ചു. അതൊരു +2 കാലഘട്ടത്തിലേക്ക് പോയ ഒരു അനുഭൂതിയായി. നല്ല രസമുണ്ടായി സത്യത്തിൽ.
ഇപ്പോൾ ശരിക്കും മിസ്സാകുന്നുണ്ട്. നമ്മൾ ജ്യൂസ് കുടിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. എല്ലാം കൊണ്ടൊരു നല്ലൊരു ജേണി ആയി. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ UK പോകുന്നതിൻ്റെ വിസ പ്രോസസ്സിങ് ആയിട്ടാണ് പോയത്. അപ്പോൾ ഇവൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഷോപ്പ് കയറുന്നതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിസയും കെട്ടി UK പോയി തിരിച്ച് വന്ന് ഞാൻ ഇപ്പോഴാണ് സത്യത്തിൽ കൊച്ചിയിൽ പോയ വ്ളോഗ് ഞാൻ ഇടുന്നത്. വൈബ് ഉണ്ടാകുമ്പോൾ നമ്മൾ വൈബ് തന്നെ, അതിലൊരു മാറ്റവും. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളതായ കാര്യങ്ങളിലേക്ക്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഓക്കെ, സൈനിങ് ഓഫ് ഷഹബിൻ ഹമീദ്, ബൈ.